ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹബീബ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇന്നലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് നമ്മൾ ഇവിടെ 7th സ്റ്റാൻഡേർഡിൻ്റെ ഗ്ലിംസസ് ഓഫ് ദ എമിറേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. സോ അതിൻ്റെ ആക്ടിവിറ്റീസ് നമ്മൾ 1-2 ചെയ്തു. ഇനി നമ്മൾ ആക്ടിവിറ്റി 2 ആണ് നോക്കാൻ പോണത് കേട്ടോ. ഒന്നാമത്തെ ആക്ടിവിറ്റി ഞാനൊരു സ്ക്രീൻ റെക്കോർഡ് പോലെ എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിൽ നിന്നും വീട് വരേക്കുള്ള ഒരു വഴി, അതാണ്, അല്ലെങ്കിൽ വീട്ടിൽ നിന്നും സ്കൂളിലേക്കുള്ള ഒരു വഴി, അത് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ ഇവിടെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ഇങ്ങോട്ട് കാണിക്കാം. ഇതാണ് എൻ്റെ സ്കൂളായ മുരിക്കുമൺ എന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, സോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അതിനെ റിവേഴ്സ് ആയിട്ട് വീട്ടിൽ നിന്ന് സ്കൂളിലോട്ടാക്കാം. ഞാനിവിടെ കാണിക്കുന്നത് സ്കൂളിൽ നിന്നും വീട്ടിലോട്ടാണ്. സോ ഇതാണ് എൻ്റെ സ്കൂള് മുരിക്കുമൺ. ഇവിടെ നിന്ന് ഇങ്ങനെയും ഒരു വഴിയുണ്ട്, ഇങ്ങനെയും ഒരു വഴിയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് താഴോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട്. ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ, അപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് വേണേ പോവാൻ. അപ്പോൾ ഗോ സ്ട്രൈറ്റ്. ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കിനും ഒരു ഗാർഡൻ ഉണ്ട്. ആ ഗാർഡനിൽ നിന്ന് പോകുമ്പോൾ ഇങ്ങോട്ടൊരു വഴിയുണ്ട്, ഇങ്ങോട്ടൊരു വഴിയുണ്ട്, താഴോട്ട് ഒരു വഴിയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ പോവാം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വളവുണ്ട്, ആ വളവിൽ കൂടെ പോവാം. നേരെ പോകുമ്പോഴത്തേക്കിനും അപ്പോൾ ഗോ സ്ട്രൈറ്റ്, ടേൺ ലെഫ്റ്റ്, ടേൺ ലെഫ്റ്റ്. ഇങ്ങനെ പോയതിന് ശേഷം ഇവിടെ ഒരു ട്യൂഷൻ സെന്റർ ഉണ്ട്, +2 സെന്റർ എന്നാണ് അതിൻ്റെ പേര്, +2 സെന്റർ. അപ്പോൾ അവിടെ നേരെ ഒരു വഴിയുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ഒരു വഴിയുണ്ട്. ഓക്കെ, ടേൺ റൈറ്റ്. നെക്സ്റ്റ് എന്ത് ചെയ്യുക, അങ്ങനെ താഴോട്ട് വരുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഒരു വഴിയുണ്ട്. ഓക്കെ ഓക്കെ, അങ്ങനെ നേരെ വരുമ്പോൾ ടേൺ റൈറ്റ്. എന്നിട്ട് ഇവിടോട്ട് ഒരു വഴിയുണ്ട്, ഇവിടോട്ട് ഒരു വഴിയുണ്ട്. അപ്പോൾ നമ്മൾ ഡൗണിലോട്ട് പോവാം. ഓക്കെ, നേരെ താഴോട്ട് പോവാം. ഓക്കെ, ടേൺ ഡൗൺ. അപ്പോൾ ഇവിടെ 3 വീടുകളുണ്ട്. 1 2 3. ഇതിന് 3ാമത്തെ വീടാണ് മൈ ഹൗസ്. ഒന്നും മനസ്സിലാവുന്നില്ലായിരിക്കും ഞാൻ, സോറി. ടേൺ ഡൗൺ അല്ല, ഗോ സ്ട്രൈറ്റ്. സോ നെക്സ്റ്റ് നമുക്ക് ഒരു നെക്സ്റ്റ് ഇതേപോലത്തെ ഒരു ഫോമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതൊന്ന് ഫില്ല് ചെയ്യണം. ഇവിടെ ഒരു നെഷ്വ മറിയം എന്ന് പറയുന്ന ഒരു കുട്ടി ദുബായിൽ നിന്നും കൊച്ചിയിലോട്ട് വരികയാണ്. അപ്പോൾ പൂരിപ്പിക്കാനുള്ള ഒരു എയർപോർട്ട് കാർഡ്, ഒരു ഫോം ഇതേപോലെ ഉണ്ടാവും. അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ, ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കൊടുക്കാനുണ്ടാവും. അതൊക്കെ എഴുതി കൊടുക്കണം. അപ്പോൾ പേഴ്സണൽ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷൻ ഉണ്ടാവും. പേഴ്സണൽ ഇൻഫോർമേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതാണ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ്, അപ്പോൾ നെയിം ഓഫ് ദ പാസഞ്ചർ, എന്താണ് പേര്, പാസഞ്ചറിൻ്റെ പേര് നെഷ്മ മറിയം. ഫ്ലൈറ്റ് നമ്പർ എന്താണ്, AB123 എന്ന് പറയുന്നതാണ് അതിൻ്റെ ഫ്ലൈറ്റ് നമ്പർ. സീറ്റ് നമ്പർ 123 എന്ന് പറയുന്നതാണ് സീറ്റ് നമ്പർ. ഡേറ്റ് ഓഫ് അറൈവൽ എന്നാണ് വരുന്നത് 4 മെയ് 2025, 4 മെയ് 2025. പോർട്ട് ഓഫ് ഒറിജിൻ ഓഫ് ജേർണി, എവിടെ നിന്നാണ് വരുന്നത്, ദുബായ്. പോർട്ട് ഓഫ് ഫിനാൻഷ്യൽ ഡെസ്റ്റിനേഷൻ, ഫിനാൻഷ്യൽ അല്ല, ഫൈനൽ. ഓക്കെ, ഞാൻ ചേർത്ത് വായിച്ചതാണ്. ഓക്കെ, ഫൈനൽ ഡെസ്റ്റിനേഷൻ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. കൊച്ചിയിൽ ലാൻഡ് ചെയ്യണം. എവിടെയാണ് ഇറങ്ങുന്നത്, അത് കൊച്ചിയിൽ. നെക്സ്റ്റ്, കോണ്ടാക്ട് അഡ്രസ് ഇൻ ഇന്ത്യ ഫോർ ഓൾ ട്രാവലേഴ്സ്. അപ്പോൾ ഈ ഒരു ഫ്ലൈറ്റിന്, ഈ ഒരു പേഴ്സണൽ ഇൻഫോർമേഷൻ, അതായത് ഫ്ലൈറ്റിന് വേണ്ട കുറച്ച് ഫോം ഒക്കെ ഉള്ളതൊക്കെ ഈ ഒരു ബോർഡിംഗ് പാസിൽ തന്നെ കാണും. അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും ഈ കോണ്ടാക്ട് അഡ്രസ് ഇൻ ഇന്ത്യ ഫോർ ഓൾ ട്രാവലേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ വരുന്ന എല്ലാ ട്രാവലേഴ്സിനും ഒരു കോണ്ടാക്ട് അഡ്രസ്സ് പൂരിപ്പിച്ചു കൊടുക്കണം. അതാണ് ഹൗസ് നമ്പർ. നമുക്കൊന്ന് നമ്പറല്ല, വീട്ടുപേര്
ആയിരുന്നാലും മതി കേട്ടോ. അപ്പോൾ 325 സ്ട്രീറ്റ് എന്നാണ് അവരുടെ ഹൗസ് നമ്പർ. ഓക്കെ, എന്താണ് 325 സ്ട്രീറ്റ് നിലമേൽ, വില്ലേജ് നിലമേൽ, തഹസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ താലൂക്ക്. ഓക്കെ, താലൂക്ക് കൊട്ടാരക്കര, ഡിസ്ട്രിക്റ്റ് കൊല്ലം, സ്റ്റേറ്റ് കേരള. അതാണ് ഇവരുടെ ഹൗസ് നമ്പർ എന്ന് പറയുന്നത്. പിന്ന്, അതായത് പോസ്റ്റ് ഇന്ത്യ എന്തായിരുന്നാലും ഒരു പിന്നുണ്ട് 691535, അതായത് 691535. ഓക്കെ, നെക്സ്റ്റ് റെസിഡൻസ് നമ്പർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കാം. അതേപോലെ തന്നെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ മൊബൈൽ നമ്പർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക. ഇമെയിൽ ID ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൊടുക്കുക. നെക്സ്റ്റ് ഡീറ്റെയിൽസ് ഓഫ് കൺട്രീസ് വിസിറ്റഡ് ലാസ്റ്റ് 28 ഡേയ്സ്. എന്താണ് അവസാനമായിട്ട് സന്ദർശിച്ച രാജ്യങ്ങളുടെ പേര്. എന്താണ് ഇപ്പൊ ആള് ബഹ്റൈനും സൗദിയുമാണ് സന്ദർശിച്ചത്. ആർ യു സഫറിങ് ഫ്രം എനി ഓഫ് ദ ഫോളോയിങ് സിംറ്റംസ്. എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടോ, നിങ്ങൾക്ക് ഈ പറയുന്നതിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഫീവർ ഉണ്ടാവും, ഇല്ലാന്ന് വേണം കേട്ടോ നമ്മൾ കൊടുക്കാൻ. യെസ് എന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യും. കഫ് ഇല്ലല്ലോ. നെക്സ്റ്റ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസം മുട്ടല് ഉണ്ടോ, ഇല്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ചെറിയ സെൽഫ് റിപ്പോർട്ടിംഗ് ഫോം എന്ന് പറയുന്നത്. സോ ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.